നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായിക്കൊണ്ടുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പറഞ്ഞു വെച്ച ഭാഗം സദ്യോമുക്തി, ക്രമമുക്തി, ഈ രണ്ട് മുക്തി മനുഷ്യൻ നേടുന്ന വിധം ആണ്. ഒന്ന് വളരെ വേഗം ഈശ്വരനിലേക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മുക്താവസ്ഥയിൽ എത്തുക എന്നാണ്. ആ മുക്താവസ്ഥയിൽ നമ്മൾ മരിച്ചാൽ അതിനുശേഷവും മുക്തി തന്നെയാണ് കിട്ടുക. മറ്റൊന്ന്, അനവധി ലോകങ്ങളിൽ കൂടെ പോയി ഉയർന്നു പോയിട്ട് മുക്തി നേടുക. അത് ഉയർച്ച ഉണ്ടാവുള്ളൂ, പക്ഷെ പെട്ടെന്ന് മുക്തി കിട്ടാത്തതിനെയാണ് ക്രമമുക്തി. നമ്മൾക്കൊക്കെ സദ്യോമുക്തി തന്നെ ആഗ്രഹിച്ച് ശ്രമിക്കുക, ഭക്തി ശുദ്ധമാക്കിയിട്ട് അത് തന്നെ നേടുക എന്നുള്ളതാണ് ലക്ഷ്യം ഉണ്ടാവേണ്ടത്. ഈ വിവേകാനന്ദ സ്വാമികളോട് ഒരിക്കലും ആരോ ചോദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, താങ്കൾക്ക് ഒരു ജന്മം കൂടി ഈ ഭാരതത്തിൽ കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കുമോ? ഭാരതത്തിലത്തെ ജന്മല്ലേ, എനിക്ക് എത്ര ജന്മം കിട്ടിയാലും വിരോധമില്ല എന്നൊക്കെ പറയുന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. എടുത്ത വഴിക്ക് സംശയം കൂടാതെ അദ്ദേഹം മറുപടി പറഞ്ഞു, ആ കളി മാത്രം വേണ്ട, ഭാരതമല്ല സ്വർഗം പോലെ ആയാലും വേണ്ടില്ല, രണ്ടാമതൊരു ജന്മം അതെനിക്കിനി വേണ്ട. ഒരു സംശയം ഇക്കാര്യത്തിലില്ല അദ്ദേഹത്തിന്. അപ്പോൾ എന്താ വെച്ചാൽ ശരീരക്ലേശവും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടും അപകട സാധ്യതകളും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളും ഈ ലോകത്തിൽ വീണ്ടും വരാൻ ആഗ്രഹിക്കില്ല. ഒരാളും ആഗ്രഹിക്കില്ല. ആ ബോധ്യപ്പെടണം, അതാണ്. കാരണം മുഴുവൻ ദുഃഖവും പരിഭ്രമവും ആശങ്കയല്ലാണ്ട് എന്താണ് ഈ ജീവിതത്തിൽ? നഹി കച്ചിൽ സുഖം എന്ന് ഇവിടെ ഒരു ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ദേഹിനാം, ദേഹം എടുത്തു കഴിഞ്ഞാൽ പിന്നെ സുഖം എന്നൊന്നില്ല. പിന്നെ എന്തിനാ അങ്ങനത്തെ ശരീരത്തിൽ ഭാരതത്തിൽ ജന്മം കിട്ടിയിട്ട് ഇല്ലാണ്ടേക്കാനാ ഭാരതത്തിലത്തെ ജന്മം ഉപയോഗിക്കേണ്ടതേ, വീണ്ടും ഇവിടെ വരാനല്ല. അതാണ് സദ്യോമുക്തി ആവട്ടെ നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത വിഷയത്തിലേക്ക് കിടക്കുന്നത്. അതായത് സാധാരണ നിലയ്ക്ക് ഈ മനുഷ്യർ ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വരനെ ഭജിക്കുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഓരോ ലക്ഷ്യം വെച്ചിട്ടാണ് ഭജിക്കുക. പക്ഷെ പലപ്പോഴും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യമോ യഥാർത്ഥ തത്വമോ യഥാർത്ഥ സംഗതിയോ അറിയാതെ ഈ ഫലത്തിൽ അങ്ങോട്ട് മുഴുകുകയാണ് ചെയ്യണത്. ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. സത്യത്തിൽ എന്തിനാണ് ഈ ഫലം പറയണത്? ഇപ്പം കഷായം കഴിച്ചാൽ ശർക്കര പൊട്ട് തരാം, ശർക്കര പൊട്ട് കൊടുക്കലല്ല യഥാർത്ഥത്തിൽ അവിടുത്തെ ലക്ഷ്യം, രോഗം മാറലാണ്. പക്ഷെ ഇത് പറഞ്ഞാലേ കുട്ടി എന്ത് ചെയ്യുള്ളൂ? കഷായം കഴിക്കുള്ളൂ. അതുപോലെയാണ് രോചനാർത്ഥ ബലശ്രുതി. വേദങ്ങളിലൊക്കെ ഇന്ന സംഗതികൾ ചെയ്താൽ ഇന്ന നിങ്ങൾക്ക് നേടാം എന്ന ഫലപ്രഖ്യാപനം ചെയ്തിരിക്കുന്നത് രോചനാർത്ഥ, നിഷ്കാമമായിട്ടുള്ള ഭജനത്തിലേക്ക് മനുഷ്യന് പ്രേരണ നൽകാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ അങ്ങനെ പ്രേരണ പറഞ്ഞാൽ അത് ആരും കേൾക്കില്ല. ക്രമേണ അതിലേക്ക് ഉയർത്തുക. ഇതിനെ ശരിക്കും പ്രോച്ചിത ധർമ്മവും പ്രോച്ചിത കൈതവ ധർമ്മം എന്ന് രണ്ടാക്കി തിരിച്ചിരിക്കണം. ഭാഗവതം പ്രോച്ചിത കൈതവ ധർമ്മമാണ്, കൈതവ ധർമ്മമല്ല, പ്രോച്ചിത കൈതവ ധർമ്മമാണ്. അതാ വ്യത്യാസം. കൈതവ ധർമ്മം ഒന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുക ബലത്തിൽ, എന്നിട്ട് ആ ബലം അല്ല യഥാർത്ഥ ലക്ഷ്യം എന്ന് വരുത്തുക. പ്രോച്ചിത കൈതവാണെങ്കിലോ ഫലത്തിൽ ആദ്യം മുതൽക്കേ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. ഭാഗവതം തുറന്നു പറയേണ്ടത് നിങ്ങൾക്ക് ഇന്നത് തരാം എന്ന് ഭാഗവതം പറയണില്ല. അങ്ങനൊരു സംഗതി ഭാഗവതം പറയണില്ല. പിന്നെന്താ പറയണത്? ഏത് നിലയ്ക്കും നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാവുന്ന ബ്രഹ്മവിദ്യ, അത് ഭാഗവതം കൊണ്ടുണ്ടാവുന്നേ പറയുള്ളൂ. ഇല്ലാത്തത് വേണ്ട, ഉള്ളത് മതി. അപ്പോൾ ഏതിനനുസരിച്ചിട്ടൊക്കെ നമ്മുടെ മനസ്സിനെ ആക്കാം, അതേ ഭാഗവതം പറയണുള്ളൂ, ഗ്യാരണ്ടി തരുന്നുള്ളൂ. ദുഃഖം ഉണ്ടാവില്ല എന്നല്ല പറയണത്, ദുഃഖത്തിനെ ചെറുക്കാനുള്ള കഴിവുണ്ടാവുക. മഴ പെയ്യിക്കാൻ വേണ്ടിയിരിക്കാൻ പറ്റില്ല, കുട പിടിക്കുക, ഇതാണ് ആത്മീയം ശരിക്ക്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുകയാണ്. അപ്പം അങ്ങനെ ഭജിക്കുന്നവരുടെ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ബ്രഹ്മതേജസ് ഉണ്ടാവണം എന്ന് വിചാരിക്കണവർ ബ്രഹ്മാവിനെ ഉപാസിക്കുക, ഇന്ദ്രിയങ്ങൾക്കൊക്കെ ശക്തി ഉണ്ടാവണം എന്ന് വിചാരിക്കണവർ ഇന്ദ്രനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, സന്തതികൾ വേണം എന്നുള്ള പ്രജാപതികളെ
ദക്ഷ പ്രജാപതിയെ പോലുള്ള ഒരുപാട് പ്രജാപതികളുണ്ട്, അവരെ പൂജിക്കുക. ശ്രേയസ് ഈ ലോകത്തിലത്തെ വേണം എന്ന് വിചാരിക്കുന്ന ഒരു ശ്രീദേവിയെ പൂജിക്കുക. ധനധാന്യ അഭിവൃദ്ധികൾ, സമ്പത്ത് മുതലായിട്ടതൊക്കെ ഈ ശ്രേയസ് എന്ന് പറയാം. ശ്രീയിൽ നിന്നുണ്ടായതാണ് ശ്രേയസ്. പക്ഷെ അത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ശ്രേയസ്സും പ്രേയസ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിലത്തെ ഉയർച്ചയാണ്. പ്രേയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ലെങ്കിലും അവരുടെ മനസ്സിൽ പ്രേയസ് ഉണ്ടാവാം. സമ്പത്തോ വസ്തുക്കളോ അല്ല യഥാർത്ഥ ദേവാസുര സമ്പത്ത് വിഭാഗയോഗത്തിൽ നോക്കിയാൽ അറിയാം, അർജുന സൽഗുണങ്ങളാണ് ശരിക്കും സമ്പത്ത് കേട്ടോ എന്നാണ്. ദേവീ സമ്പത്തും ആസുര സമ്പത്തും ഉണ്ട്. ഇത് ദേവീ സമ്പത്ത് ധനധാന്യ സ്വർണാദികളല്ല, നല്ല ഒരു സംസ്കാരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉടമയാണ് ദേവീ സമ്പത്ത് നിറഞ്ഞവൻ എന്ന് പറയും. ദേവി എന്ന് പറഞ്ഞാൽ ദൈവീകം എന്നാണ്. നമ്മൾ പറഞ്ഞാൽ ദേവിയും പരാശക്തിയല്ല, ദേവീ സമ്പത്ത്. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്, അല്ലാണ്ട് ധനധാന്യങ്ങളല്ല. പക്ഷേ എല്ലാവർക്കും വേണ്ടത് സമ്പത്താണെന്നുള്ളത് കൊണ്ടാണ് ശ്രീദേവിയെ ഭജിക്കുന്നത്. അതേപോലെ തന്നെ വസുക്കളെ ഭജിച്ചാലും സമ്പത്ത് ലഭിക്കും. വീര്യം കുറച്ച് വേണം, ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് അടിക്കണം എന്നുള്ള ശക്തനാവണം എന്നുള്ളവർ വസുക്കളെ, അഷ്ടവസുക്കളെ പൂജിക്കുന്നു. ഭക്ഷണ കാര്യങ്ങളിലൊന്നും വിഷമം വരരുത് എന്ന് വിചാരിക്കുന്നു ദേവന്മാർ അതിഥിയുടെ മക്കളെ പൂജിക്കുന്നു. അതേപോലെ തന്നെ രാജ്യത്തുള്ളവരുടെ ഒരു സ്വാധീനം ഉണ്ടാവണം. ചില ആൾക്കാർക്ക് ചില സമയത്ത് അവർ പറഞ്ഞതാണ് മുഴുവൻ ഇന്ത്യയിൽ സുപ്രീം കോടതി വരെ നടക്കുക. അവരുടെ ഒരു കാലം അത്രയും പറയുള്ളൂ, അവർ പറഞ്ഞേ നടക്കുള്ളൂ. അല്ലാത്തൊരാൾ പറഞ്ഞ നടക്കാറുണ്ട് അങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ ഈ സ്വാധീനം ഉണ്ടാവണം, താൻ പറഞ്ഞത് ലോകത്തിലൊക്കെ നടപ്പാവണം. എവിടെയും ജ്യോത്സ്യത്തിൽ കേസരി യോഗം എന്ന് പറയുന്നത് താൻ പറഞ്ഞതാണ് അവിടെ നടക്കുക. എല്ലാ ദിക്കിലും തനിക്കൊരു മേധാവിത്വം കിട്ടുക. ഒരു യോഗമുള്ളവർക്കുണ്ട് അങ്ങനെയൊക്കെ അല്ലേ. അവരാണ് ചെന്നാൽ മറ്റവരൊക്കെ, ഈ സൂര്യൻ ചെന്നാൽ മറ്റുള്ളവർ മങ്ങണ പോലെ. അപ്പോൾ അത് വേണം എന്ന് വിചാരിക്കുന്ന ഒരു വിശ്വദേവകളെയാണ് അത്രേ പൂജിക്കേണ്ടത്. അത് രാജ്യം ആഗ്രഹിക്കേണ്ടവരുണ്ട്. രാജ്യം ആഗ്രഹിക്കുന്നവർ വിശ്വദേവകളെ പൂജിക്കുക. അതുപോലെ സ്വാധീനം വേണം എന്നാണല്ലോ പറയുന്നത്. സ്വാധീനം വേണ്ടവർ ഈ സാധ്യന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ദേവന്മാരെയാണ് പൂജിക്കേണ്ടത്. സ്വാധീനം വേണ്ടവർ സാധ്യന്മാർ എന്ന് പറയുന്ന പൂജക്കാരെ, ദേവന്മാരെ പൂജിക്കണം. രാജ്യം ആഗ്രഹിക്കുന്നവരോ വിശ്വദേവകളെ പൂജിക്കണം. നമ്മൾ ഈ പിതൃകർമ്മമൊക്കെ ചെയ്യുമ്പോൾ വിശ്വാൻ ദേവാൻ അസ്മിൻ ദർഭപീഠേ ആവാഹയാമി എന്ന് പറഞ്ഞിട്ട് ഈ വിശ്വദേവകൾ രണ്ടാണ് അവർക്ക് ഒക്കാമെന്നാണ്. 2 ഉരുളയാണ് പിണ്ടായിട്ട് വയ്ക്കുക വിശ്വദേവകൾ. അതെന്തിനാണ്? വിശ്വാൻ ദേവാൻ ആയുസ് വേണം എന്ന് വിചാരിക്കണവരാത്രേ. ശരീരത്തിന് പുഷ്ടി ഉണ്ടാവണം എന്ന് വിചാരിക്കണ ഒരു ഇള എന്ന സസ്യജാലങ്ങളുടെ ദേവതയെ പൂജിക്കണം. സത്യത്തിൽ പച്ചക്കറികൾ ധാരാളം കഴിച്ചാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതും ആവാം. ചിലരങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. പച്ചക്കറി വേണമല്ലോ അല്ലേ, നമുക്ക് പച്ചക്കറി ഇല്ലാണ്ട് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല ശരീരത്തിന്, ആരോഗ്യത്തിന്. അപ്പോൾ ഇളയാണ് പച്ചക്കറിയുടെ ദേവത. ഇനി ഒരു ദിക്കിൽ സ്ഥിരമായിട്ടിരിക്കണം, പ്രതിഷ്ഠ വേണം, ഇവിടുന്ന് പോവാതെ ഉറച്ചിരിക്കാൻ കഴിയണം. ആജീവനാന്തം ഞാൻ ഇവിടെ കഴിയാനാണ് ഇഷ്ടം. അത് നടപ്പാവണമെങ്കിൽ ബ്രഹ്മാവിനെ പൂജിക്കണം. അതേപോലെ തന്നെ ഭൂമിയെ പൂജിക്കുന്നവരും ഉണ്ട്. ശാശ്വത പ്രതിഷ്ഠ വേണം എന്ന് വിചാരിക്കുന്നവർ. നല്ല രൂപഗുണങ്ങൾ ഉണ്ടാവണം, കണ്ടാൽ നന്നാവണം എന്നുള്ളവർ രൂപഗുണം നന്നാവാൻ ഗന്ധർവന്മാരെയും സ്ത്രീസുഖം ആഗ്രഹിക്കുന്നവർ ഉർവശിയെയും പൂജിക്കാറുണ്ട് രാജാവേ എന്ന് പറയുകയാണ്. ശുഗൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ എല്ലാവരുടെ മുകളിലും ആധിപത്യം വേണം എന്ന് വിചാരിക്കുന്നവർ ബ്രഹ്മാവിനെ പരമേഷ്ഠിനം പൂജിക്കുന്നു. അതേപോലെ ധാരാളം സത്കീർത്തി വേണം എന്നുള്ളവർ യജ്ഞേശ്വരനായിരിക്കുന്ന യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃത് യജ്ഞകൃത് ഒക്കെ വിഷ്ണുവിൻ്റെ പേരാണ് ഈ യജ്ഞേശൻ. സമ്പത്തുകളുടെ മുകളിൽ ട്രഷറി ആധിപത്യം വേണമെന്നുള്ള പ്രചേതസ്സുകളെയും അറിവ് വേണ്ട ഒരു ഗിരീശനെ പ്രാപിക്കണമെന്ന് ഇവിടെ പറയണം കേട്ടോ. ശരിക്കും സരസ്വതിയാണ് വിദ്യാദേവത എന്നൊക്കെ പറയും. ഓരോ സ്ഥലത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇവിടെ പറയണത് ഗിരീശൻ, പരമേശ്വരനായിട്ടുള്ള ശിവനെ ഭരിച്ച വിദ്യ ഉണ്ടാവും. അതിന് കാരണമുണ്ട്, പരമേശ്വരൻ്റെ ഉടുക്കിൽ നിന്നാണ് വേദധ്വനികളെല്ലാം ഉയരുന്നത്. അതേപോലെ നല്ല ദാമ്പത്യ സുഖം ഉണ്ടാവണം എന്നുള്ളവർ ശിവനെ ഭജിക്കണം എന്നാണ്. പരമേശ്വരനെ ഭജിച്ചവർക്ക് കുടുംബ സൗഖ്യം ഉണ്ടാവും. ഇതേപോലെ തന്നെ പിതൃക്കളെ യജിച്ചിട്ടാണ് നല്ല ധർമ്മബോധം ഉണ്ടാവുന്നതും. മരുഗണങ്ങളായിട്ടുള്ള കാറ്റിനെയാണ് രക്ഷ വേണം എന്ന് വിചാരിക്കുന്നത്, സുരക്ഷിതത്വം വേണം എന്നുള്ളവർ ഭജിക്കണത്.
മനുവിനെ ഭജിച്ചിട്ടാണ് രാജ്യത്തെ നേടുന്നത്. ശത്രുക്കളെ ജയിക്കണം എന്ന് വിചാരിക്കുന്നത് നിർവൃതിയെയും ഭജിക്കണു. എല്ലാ ഭോഗസുഖങ്ങൾ പ്രപഞ്ചഭോഗങ്ങൾ അനുഭവിക്കണം എന്ന് വിചാരിക്കുന്നവർ സോമൻ അതായത് ചന്ദ്രനെ ഭജിക്കണു. ഇപ്പം എന്തിനാ അപ്പോൾ ഇതൊക്കെ പറഞ്ഞത്? ഇങ്ങനെ നമ്മുടെ ഉപാസനയൊക്കെ പല ഘട്ടങ്ങളിൽ കൂടിയിട്ടാണ് ഉയർന്ന് മാറ്റം വന്ന് ഭവിക്കുന്നത്. തുടക്കത്തെ ഒരുപോലെയല്ല, പിന്നെ വേറെ ഇങ്ങനെ മാറി മാറി വരും. ചിലരുടെയൊക്കെ ആദ്യഘട്ടത്തിലുള്ള വചനം ഈ വിധമായിരിക്കും: വിഘ്നങ്ങളില്ലാണ്ടിരിക്കാൻ വിഘ്നേശ്വരനെ ഭജിക്കുക. അതിനൊക്കെ ശാസ്ത്രീയ ചില കാരണങ്ങൾ അവർ തന്നെ ഉണ്ടാക്കി തീർക്കും. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ട് അറിവുണ്ടാവേണ്ട ഒരു സരസ്വതിയെ പൂജിക്കുക, സമ്പത്തുണ്ടാകുന്ന ഒരു ശ്രീലക്ഷ്മി ദേവിയെ പൂജിക്കുക. അങ്ങനെ പല വിധത്തിലുള്ള ഉപാസനകളിൽ നിന്ന് തുടങ്ങുന്നവരാണല്ലോ പലരും. പക്ഷേ ഇങ്ങനെ കുറേ ഭജിക്കുമ്പോൾ അവർക്ക് തോന്നുന്നതിന് അറ്റമില്ലല്ലോ. എന്തൊക്കെയോ ചെയ്തു, ഈ ചോദിച്ചത് മുഴുവൻ നേടാൻ പറ്റുന്നുണ്ടോ? ഇല്ല, എന്തോ ഒരു തെറ്റ് നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എതിർച്ചയാ അവരൊരു ഗുരുനാഥൻ്റെ മുമ്പിൽ ചെന്ന് വിടും. എതിർച്ചയാ, അത് അവർ വിചാരിച്ചിട്ടാവണമെന്നോ ഒരു പ്ലാൻഡ് ആവണമെന്നോ ഒന്നുമില്ല. അപ്പം ആ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ഈശ്വരൻ ഒറ്റ ഒന്നേ ഉള്ളൂ. ആ ഈശ്വരനെ യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാം കണ്ട് ഭജിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോരോ ഭജന ആവശ്യമില്ല എന്ന സത്യം അവർ മനസ്സിലാക്കാൻ ഇടവരുന്നു. അതാണ് അകാമ സർവകാമോ വാ മോക്ഷകാമ ഉദാരതി. എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തി നേടണം എന്ന് വിചാരിക്കുന്നവരും എല്ലാ പ്രപഞ്ചസുഖങ്ങളും വേണം എന്ന് വിചാരിക്കുന്നത് രണ്ട് കൂട്ടരാണ്. ലോകേസ്മിൻ ദിവിധ നിഷ്ഠ പുരാ പ്രോക്ത മയാനഖ. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു കൊടുക്കുന്ന രണ്ട് നിഷ്ഠ ഞാൻ പറഞ്ഞു അർജുന. ഒന്ന് എല്ലാ വേണ്ടവർ, പിന്നൊന്നോ ഒന്നും വേണ്ടാത്തവർ, വിരക്തർ. ഒന്ന് സക്തര്, ഒന്ന് വിരക്തർ. ഇവർക്കൊക്കെ ഈ സ്വീകാര്യമായ മാർഗമാണ് സർവേശ്വരനായിരിക്കുന്ന വിഷ്ണു ഭഗവാനെ പരമാത്മാവായിട്ട് കണ്ടിട്ട് ഭജിക്കുക. അതൊരു ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടുമ്പോൾ ആ ഒരൊറ്റ ഭാവത്തിൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് മന്ത്രോപദേശം സ്വീകരിക്കുമ്പോൾ നമുക്ക് ബോധ്യം ഉണ്ടാവും. നമ്മൾ ഈ സപ്താഹത്തിലൊക്കെ ചെല്ലുന്ന കേട്ട് രണ്ട് തരം ആചാര്യന്മാരെ കാണാം. ഇപ്പം നമ്മളടക്കം എന്താ പറയുക, ഗണേശനെ തുതിച്ചിട്ട് തുടങ്ങും, അയ്യപ്പനെ തുതിക്കും, കൊടുങ്ങല്ലൂരമ്മയും തുതിക്കും, എല്ലാ ദൈവങ്ങളെയും ധ്യാനം ചെല്ലണവരുണ്ട് ഇല്ലേ ചില ആചാര്യന്മാർ. നമ്മുടെ ആചാര്യന്മാരൊക്കെ എവിടുന്നാണ് തുടങ്ങുക? ബ്രഹ്മാനന്ദം പരമസുഗതം, ഒന്ന് ഗുരുനാഥൻ, പിന്നെ പീതാംബരം ഈശ്വരനാ. ശ്രീകൃഷ്ണൻ്റെ അഷ്ടോത്തരത്തിലേക്ക് ഒരൊറ്റ കടക്കലാണ്. അവിടെ സരസ്വതി ഇല്ല, ദേവിയില്ല, ശിവനില്ല, ഒന്നുമില്ല. ശരിക്കും അതാണ് അത്രയും ശരി. ഭാഗവത്തിലേക്കൊക്കെ വന്നാൽ ഈ വിവിധ ദേവത ഉപാസനയുടെ ആവശ്യമില്ല. ഗുരു വേണം. ഗുരുവിനെ ബന്ധിച്ചിട്ട് നേരെ ശ്രീകൃഷ്ണ അഷ്ടോത്തരം, വിഷ്ണു സഹസ്രനാമം, ഗോപികാഗീതം, അങ്ങനെ അത്യാവശ്യമൊക്കെ ചിലതുണ്ടാവും. വിഷ്ണു സഹസ്രനാമമാണ് നിർബന്ധമുള്ളൂ, മറ്റൊക്കെ നമ്മൾ ചേർക്കുക ഔചിത്യപ്രകാരം. അല്ലാണ്ട് അവിടെ ഗണപതിയോ ദേവിയോ അയ്യപ്പനോ ശിവനോ ഗുരുവിനെ ആശ്രയിച്ചാൽ പിന്നെ അത്തരം വ്യത്യാസങ്ങൾ വേണ്ട എന്നാണ്. ഗുരുവിനെ ആശ്രയിച്ചാൽ അത്തരം വ്യത്യാസങ്ങൾ ആവശ്യമില്ല. പക്ഷേ അവിടെ പറയുമ്പോൾ ഒരു കാര്യം പറയാതെ വയ്യ, നമ്മളോട് പറഞ്ഞു തന്ന കാര്യമാണത്. ഇങ്ങനെയുണ്ട് പറയുമ്പോൾ ആൾക്കാരെ വഴിതെറ്റിക്കരുത് കേട്ടോ. ഒരു കാര്യമുണ്ട്, പരദേവത നമ്മുടെ കുടുംബദേവതയെ എന്തായാലും വിടാൻ പറ്റില്ല. അത് നമ്മളൊക്കെ പാലിക്കേണ്ട കാര്യമാണ്. എത്രയൊക്കെ ഗുരുവിനെ ഉപയോഗിച്ച് ഒറ്റൊന്നേ ഉള്ളൂ എന്ന് കണ്ടാലും നമ്മുടെ പരദേവതയെ നമ്മൾ വിട്ടുകൂടാ. അത് ചില വിഷമങ്ങളുണ്ടാക്കും. പരദേവതയെ ഭജിക്കണം. അതുകൊണ്ടാണ് രുക്മിണി എന്ത് ചെയ്തത്? ദേവിയെ ഭജിച്ചിട്ടാണ് കൃഷ്ണനെ കിട്ടിയത്. കൃഷ്ണനെ ഭജിച്ചാൽ പിന്നെ ശരിക്കും വേറൊരു ഭജന ആവശ്യമുണ്ടോ? ഉണ്ടോ? ശരിക്കും നമ്മൾ പറയുമ്പോൾ ആവശ്യമില്ല എന്ന് പറയും. പക്ഷേ എന്തിനാ പിന്നെ പരദേവതയെ പോയിട്ട് രുക്മിണി വണങ്ങി എന്ന് പറയണത്? അത് വിട്ടുകളയാൻ പറ്റില്ല ഒരു മനുഷ്യന്. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലത്തെ ദേവതയെ വിട്ടുകളയാൻ പറ്റില്ല ഒരു മനുഷ്യന്. അപ്പോൾ അത് വിടരുത് എന്നുണ്ട് പരദേവത. പിന്നെ ഗുരു പറഞ്ഞു തന്നിട്ടുള്ള ഏതെങ്കിലും പ്രധാന ദേവത അല്ലാണ്ടുണ്ടാച്ചാൽ അതിന് നമ്മൾ വിടണ്ട. ഗുരുവിനാണ് പരമപ്രാധാന്യം. അപ്പോൾ ആ ഗുരു പറഞ്ഞിട്ടുള്ളതാവാം എന്നേ പറ്റൂ. അപ്പോൾ പ്രധാനമായിട്ട് ഒരൊറ്റ ദേവൻ തന്നെ ഉള്ളൂ. വിഷ്ണു ആണെങ്കിൽ വിഷ്ണു, അത് പരമമായിട്ട് കണ്ട് ആ ഭജിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മുക്തിക്ക് ജ്ഞാനത്തിനും കാരണം. ജ്ഞാനം യഥാ പതിനിവൃത്ത ഗുണോർമി ചക്രമാത്മപ്രസാദ എത്ര ഗുണേഷു അസംഗ. സത്വരജസ്തമോ ഗുണങ്ങളോട് നിസ്സംഗത്വം വന്ന് ഒരു ഗുണവുമല്ലാത്ത മൂന്ന് ഗുണങ്ങൾക്കും അപ്പുറത്തേക്കുള്ളതായ മോക്ഷത്തിന് ആസ്പദമായ കൈവല്യ സമ്മതപഥ
മോക്ഷത്തിന് സമ്മതമായിരിക്കുന്ന ആ ഈ മാർഗം ഭക്തിയോഗം ഒരൊറ്റ ഈശ്വരൻ പരമമായിട്ട് വിചാരിക്കുക. പരദേവതയെ വിടണ്ട, എന്നാലും പ്രധാനമായിട്ട് ഒരൊറ്റ ദേവത തന്നെയാണ് മോക്ഷത്തിന് ഞാൻ ഭജിക്കുന്നത് എന്നുള്ള ഉറപ്പുണ്ടാവുക. അതിനെന്താ വേണ്ടത്? ഭഗവാന്റെ കഥ നല്ലോണം കേൾക്കുക. കോ നിർവൃതോ ഹരികഥാ സുരതിന്ന കുര്യാട്. ഭഗവാന്റെ കഥയിൽ ഒരുവിധമൊക്കെ പുണ്യമുള്ളോ ഏതൊരാൾക്കാ താല്പര്യം ഇല്ലാണ്ടിരിക്കുക. കൃഷ്ണാവതാരം പറയുമ്പോൾ വിനാ പശുഖ്നാഥ്, നിഷ്കരുണം പശുക്കളെ കൊല്ലുന്ന ദുഷ്ടന്മാർക്കൊരു പക്ഷേ ഭഗവാന്റെ കഥ കേൾക്കണ്ടെന്നുണ്ടാവും. അവർക്ക് അങ്ങനെയായാലൊക്കെ എന്താ കേൾക്കണം? അഹിംസ, യാതൊരു ജീവികളെയും കൊല്ലാതിരിക്കണം, എല്ലാ ജീവികളിലും സമബുദ്ധി പാലിക്കണം. ഇതൊക്കെ പറഞ്ഞാൽ വെട്ടി കഷ്ണാക്കണ ആൾക്ക് അറിവുകാരന് പറ്റുമോ? അവർക്ക് ഇതൊന്നും പറ്റില്ല. അല്ലാത്ത ഏതൊരാൾക്കും ഹരികഥ കേൾക്കാൻ താല്പര്യമാണ്. കോ നിർവൃതോ ഹരികഥാസുരതിന്ന കുര്യാൻ. ഏതൊരാളാണ് ഈശ്വരകാരി ഹരിയുടെ കഥയിൽ താല്പര്യമില്ലാത്തത്? അതുകൊണ്ട് ഹരികഥ കേൾക്കലാണ് ഇത്തരത്തിലുള്ള ഭക്തി. ആദ്യം ലക്ഷ്യം പറഞ്ഞു, പിന്നെ മാർഗം പറഞ്ഞു. ലക്ഷ്യം എന്താ? ഒറ്റ ഈശ്വരനിൽ ഭക്തി ഉറയ്ക്കുക. മാർഗോ ഹരികഥ കേൾക്കുക. ലക്ഷ്യം പറഞ്ഞു, മാർഗവും പറഞ്ഞു, അല്ലേ? ഇപ്പം രണ്ടുമായി. അപ്പോൾ ആ ലക്ഷ്യത്തിൽ കൂടെ ഈശ്വര കഥകൾ കേൾക്കുക എന്നുള്ള മാർഗത്തിൽ കൂടെ നമുക്ക് ഈ പറഞ്ഞ നിഷ്കാമ ഭക്തിയിലേക്ക്, ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന ഭക്തിയിലേക്ക് ഉയരണം. പിന്നെ അവിടെ ഒരു 100 കൂട്ടം ദൈവങ്ങളുടെ ആവശ്യം ഇല്ല. ഒന്നെന്നെയാണ് ദൈവം, ഒന്നെന്നെയാണ് ഈശ്വരൻ പരമാത്മാവ് എന്ന ബോധത്തിലേക്ക് എത്തിക്കുന്ന ഭക്തിയാണ് ഭാഗവതത്തിൽ പറയുന്നത് എന്ന് ചുരുക്കം. ഇത്രയും കേട്ടപ്പോൾ സൂതൻ പറഞ്ഞു കൊടുത്തപ്പോൾ ശൗനകാദികൾക്ക് വല്ലാത്ത ഭക്തി അങ്ങോട്ട് വർദ്ധിക്കുകയാണ്. ഈ ഭഗവാന്റെ കഥ കേൾക്കുന്തോറും പിന്നെയും കേൾക്കണം, പിന്നെയും കേൾക്കണം. ഇടയ്ക്ക് ഇങ്ങനെ നിർത്തും സുഖമഹർഷി. അപ്പോൾ പിന്നെയും ചോദ്യം വരട്ടെ, എന്നിട്ട് പറയാം. അവരുണ്ടോ ഓടണു, പിന്നെയും ചോദിക്കും. അവിടെ നിന്ന് നിർത്തണ്ട, ഇനിയും പോട്ടെ മുമ്പിലേക്ക്, എനിക്ക് ഇനിയും കേൾക്കണം. അല്ലെ, അത് ആസക്തി വർദ്ധിക്കാനാണ് അങ്ങോട്ട് നിർത്തണതേ. അയ്യോ നിർത്തരുത് എന്ന് പിന്നെയും പറയും. അങ്ങനെ ഇവിടെ ചോദിക്കുകയാണ് അവർ. ഇത്യഭിവ്യാഗതൻ രാജ നിശമ്യ ഭരതർഷഭ കിമന്യപ്പിട്ടവാൻ ഭൂയോ വയ്യാസകി ഋഷിങ്കവിം. വയ്യാസകി എന്ന് പറഞ്ഞാൽ വ്യാസൻ്റെ പുത്രനായ ശുകനോട് വിരക്തി വന്നതായിട്ടുള്ള പരീക്ഷിത മഹാരാജാവ് ഇനി എന്തൊക്കെയാണ് ചോദിച്ചത്? അയ്യോ കേൾക്കുന്തോറും നിങ്ങൾക്ക് മതി വരുന്നില്ല, വീണ്ടും വീണ്ടും കേൾക്കണം എന്നിങ്ങനെ തോന്നുകയാണ്. ആയുർഹരിതപയ പുംസാമുദ്യന്നസ്തഞ്ചയന്നസോ ആയുസ്ത. പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴായി കാറ്റ് പോവുകയെന്നറിയില്ലല്ലോ. അപ്പോൾ അതിനു മുമ്പേ കേൾക്കേണ്ടത് കേൾക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ഈ വൃക്ഷങ്ങളൊക്കെ ശ്വാസം ഉണ്ടെന്ന് പറയണു. അതുപോലെ തന്നെ ഈ കരുവാൻ ഇരുമ്പ് പണി ചെയ്യുന്ന വേണ്ട ഒല പണ്ടതന്നൊക്കെ വേറെ മാർഗ്ഗങ്ങൾ കേട്ടോ. പണ്ടിങ്ങനെ കാറ്റ് വീശില്ലേ, കാറ്റിങ്ങനെ വീശി അമർത്തിയിട്ടാണ് അഗ്നി കത്തിക്കുക. അതേപോലെ ശ്വസിക്കുകയാണ് നമ്മളൊക്കെ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്തി ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ ശ്വാസോച്ഛ്വാസം എന്നതിന് പേരിടണമെങ്കിൽ ഭക്തിയുള്ളവരാവണം. അല്ലച്ചാൽ കരുവാൻ്റെ ആലയിൽ ആ സഞ്ചി, കാറ്റുണ്ടാക്കുന്ന സഞ്ചിയാണ് നമ്മളൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണെങ്കിൽ നയത്കർണ പഥോപേതോ ചാതുനാമഗതാഗ്രജ. ഗതാഗ്രജനായിരിക്കുന്ന ഭഗവാന്റെ കഥ ചെവിയിൽ കൂടെ കേട്ടിട്ടില്ലെങ്കിൽ ഇത് മനുഷ്യജന്മമാണ് എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം? എല്ലാ ജീവികളും ഭക്ഷണം കഴിക്കുന്നുണ്ട്, വിസർജിക്കുന്നുണ്ട്, വംശവർദ്ധനവ് നടത്തുന്നുണ്ട്, ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ട്. അതുപോലെ നമ്മളും ഒരു തരം കൂട്ടം 2 കാലുമ്പിൽ നടക്കണ ജന്തു എന്നേ പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അവർ പറയുകയാണ് ബിലേ ബദോരുക്രമവിക്രമാന്യേ. എവിടെയെങ്കിലുമൊക്കെ ചുമരിൻ്റെ മുകളിൽ 2 പൊത്ത് മാത്രമാണ് ഈശ്വര കഥകൾ കേൾക്കാത്ത ചെവി. കിരീടങ്ങൾ ധരിച്ചാലും ഒരു ഭാരം മാത്രമാണ്. ഭഗവാനെ നമസ്കരിക്കാത്ത ശിരസ്, വെറും ശവത്തിൻ്റെ കൈകളാണ്. ഭഗവാനെ പൂജ ചെയ്യാത്ത കൈകൾ, നിർജീവമായ കണ്ണുകളാണ്. കണ്ണനെ കാണാത്ത കണ്ണ്, ഈശ്വരനെ കാണാത്ത കണ്ണ് എന്ന് പറയുകയാണ്. ജീവച്ഛവമാണ് ഒരു മഹാനെ കാൽക്കൽ വീട് നമസ്കരിക്കാത്ത ജന്മം. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. നമസ്കരിച്ചാൽ എൻ്റെ ഗുണാർക്കറിയോ? നമസ്കരിക്കണവർക്ക്. ആ നമസ്കരിക്കപ്പെട്ട ആൾക്കൊരു ഗുണമില്ല. ഇത് കണ്ട് നമസ്കരിക്കാത്ത ജീവിതം ജന്മമല്ല എന്ന് പറയുന്നത്. അത് അശ്മസാരം ഹൃദയം. ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന സമയത്ത് കണ്ണീരൊലിക്കുക, തൊണ്ടയിൽ ഇടർച്ച വരിക, ഹരേ കൃഷ്ണ എന്നിങ്ങനെ വിളിക്കാനായിട്ട് തോന്നുക. ഇതില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കല്ലാണ്. ഒരു അശ്മസാരം, കല്ലാണ്. ആ കല്ലിന് തുല്യമാണ്. അതിൽ ആർദ്രത ഉണ്ടാവുക. അത് കേട്ടിട്ട് അങ്ങനെ ഇരിക്കാൻ തരാവുക. എത്ര രഘുനാഥ കീർത്തനം തത്ര കൃതമർത്തകാഞ്ജലിം. രാമായണ കഥ പറയുന്ന സമയത്ത് ഹനുമാൻ
വെറുതെ ഇരിക്കില്ല. രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായിട്ട് അങ്ങോട്ട് ഒഴുകിയിട്ട് ഇതിൽ പരം ഇനി തനിക്ക് ഈ ജീവിതത്തിൽ ഒന്നും നേടാനില്ല, അല്ലെങ്കിൽ ഒന്നും ഇനി നേടാൻ പോകേണ്ട കാര്യമില്ല എന്ന് കരുതി കാഷ്പവാരി പരിപൂർണ ലോചനം, രണ്ട് കണ്ണിലും വെള്ളം നിറച്ചിട്ട് അത്ര അനുമാനത് കേൾക്കുക. അപ്പം അതിനാണ് ഭാഗ്യം വേണ്ടത്. അതുകൊണ്ട് ഈ ഹരികഥ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒട്ടും ചുരുക്കാതെ വിശദമായി തന്നെ പറഞ്ഞു തരണം എന്ന് ശൗനകാദികൾ ചോദിച്ചതിനെ തുടർന്ന് അതിനുത്തരം പറയുകയാണ് സാക്ഷാ ശുഗമഹർഷി. ആ ശുഗമഹർഷി ഭഗവാന്റെ കഥ പറയണച്ചാൽ തന്നെ എന്താ ബുദ്ധിമുട്ടാണ്. നമുക്കിത് വിചാരിച്ചുകൊണ്ട് പറയാനൊന്നും പറ്റില്ല കേട്ടോ. അത് വെറുതെ വിചാരിക്കുക. പറയാനിരുന്നാൽ നിർത്താതെ ചുമ വന്ന അനുഭവങ്ങളുണ്ട്. വേറൊരു കുഴപ്പമില്ല, ഓർമ്മയുണ്ട് എന്നും തെറ്റൊന്നുമില്ല, ചുമ വന്നു എന്താ ചെയ്യുക. അപ്പോൾ ഇത് പറയണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഭഗവാന്റെ അനുഗ്രഹം വേണം. ഈ കേൾക്കുന്നവർക്ക് അനുഭവം ഉണ്ടാവണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. അല്ലാണ്ട് പറഞ്ഞാൽ നേരിയ വില പറയാൻ കിട്ടില്ല, പറയാൻ സാധിക്കില്ല. അതിനുവേണ്ടി സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ നല്ലൊരു സ്തോത്രം കൊണ്ട് സ്തുതിക്കുകയാണ്. അതിനാണ് ശുഗസാരസ്വതം. ഇപ്പം ഏതൊരാൾ ശുഗസാരസ്വതം ദിവസേന ചെല്ലുന്നുവോ അവർക്ക് വാക്കിന് സാമർഥ്യം ഉണ്ടാവുക, ഭക്തി ഉണ്ടാവുക, അത് കേൾക്കണവരിൽ നല്ല ഫലം ഉളവാക്കുക, വാക്മാധുര്യാദി ഗുണങ്ങൾ അതൊക്കെ ഉണ്ടായിത്തീരും എന്നാണ്. പറയണ വാക്കിന് മാധുര്യം, അതുപോലെ തന്നെ ബോധിപ്പിക്കാനുള്ള കഴിവ്, ഉറക്കം വരാതിരിക്കാനുള്ള ശക്തി, ഇതൊക്കെ ഉണ്ടാവണം വക്താവിന്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാവുക? ഈ പറയാൻ പോകുന്ന ശുഗസാരസ്വതം എന്ന മന്ത്രമാണ്. അത് ശുഗമഹർഷി ആരുടെ മാഹാത്മ്യം ഞാൻ പറയാൻ പോണത്? ഈശ്വര, ഈ പ്രപഞ്ചം മുഴുവൻ രക്ഷിച്ച് സംഭരിക്കണ ഭഗവാന്റെ മാഹാത്മ്യം ഈ നാവുകൊണ്ടൊക്കെ പറയാൻ സാധിക്കുമോ? സർവേശ്വര അങ്ങ് തന്നെ അനുഗ്രഹിക്കണേ എന്നും പറഞ്ഞിട്ട് ശുഗസാരസ്വത അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിച്ച സ്തോത്രമാണ്. അത് മറ്റൊരു ഭാഗത്തിൽ നമുക്ക് വിചാരം ചെയ്യാം. ചുരുങ്ങിയായിട്ടുള്ള സമയമായതുകൊണ്ട് നമുക്കിവിടെ തൽക്കാലം സമയം തീർന്നിരിക്കുന്നു. ബാക്കി മറ്റൊരു ഭാഗത്ത്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.